അപ്പം തലാസീമിയ തലാസീമിയ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഓട്ടോസോമൽ ലിങ്ക്ഡ് റെസസീവ് ബ്ലഡ് ഡിസീസാണ്. അപ്പം അതൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഓട്ടോസോമൽ. ഓക്കെ, ഓട്ടോസോമൽ എന്ന് പറയുമ്പോഴത്തേക്കും ഓട്ടോസോംസ്, റൈറ്റ്? ഓട്ടോസോംസ് നമുക്കറിയാം, അത് 22, ഒരു ഹ്യൂമൻ സെല്ലിൽ 22 പേഴ്സ് ഉണ്ട്, പേഴ്സ് ഓഫ് ഓട്ടോസോംസ്. അതിനകത്ത് നിന്ന് ആക്ച്വലി തലാസീമിയ എന്ന് പറയുമ്പോഴത്തേക്ക് 2 പേഴ്സിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. 2 പേഴ്സൺ ഇൻഡിപെൻഡൻ്റ്ലി ആണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റായി. ഓക്കെ, അത് റെസസീവ്. റെസസീവ് എന്ന് പറയുമ്പോഴത്തേക്കും പേരൻറ്റ് 1ഉം പേരൻറ്റ് 2ഉം അൺഅഫക്റ്റഡ് ക്യാരിയേഴ്സ് ആയിരിക്കണം. ഓക്കെ, അൺഅഫക്റ്റഡ് ക്യാരിയേഴ്സ് ആയിരിക്കണം. അതാണ് റെസസീവ് എന്ന് പറയുന്നത്. റെസസീവ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതും ഇതും ഈ ജീൻ ആണെങ്കിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഇത് ഇവരുടെ പേരൻസിൻ്റെ ജീൻ ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനിലായിരിക്കണം. ഹെട്രോസൈഗസ് കണ്ടീഷനിൽ എക്സ്പ്രസ് ആയിരിക്കണം. എന്നാലേ ഇവർ രണ്ടുപേരും കൂടെ കൂടുമ്പോഴത്തേക്കും ആ റെസസീവ് ജീന് എക്സ്പ്രസ് ആകത്തുള്ളൂ. അവിടെ ഡോമിനൻ്റ് ആയിട്ട് വേറെ ജീന് വരത്തില്ലല്ലോ. അപ്പം ഈ രണ്ടുപേരും അൺഎഫക്റ്റഡ് ക്യാരിയേഴ്സ് ആയിരിക്കണം. അതാണ് റെസസീവ് എന്ന് പറയുന്ന അർത്ഥം. ഓക്കെ, സോ ബ്ലഡ് ഡിസീസിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കറിയാം, ബ്ലഡിനകത്ത് നമുക്ക് 3 കമ്പോണൻസ് ഉണ്ട് അല്ലേ? 3 കമ്പോണൻസ് പറയുമ്പോഴത്തേക്ക് RBCs, WBCs, പ്ലേറ്റ്ലെറ്റ്സ്. അപ്പം ഇതിനകത്ത് നിന്ന് RBCസിനെ ആക്ച്വലി എഫക്റ്റ് ചെയ്യുന്നതാണ് ഈ തലാസീമിയ. എങ്ങനെയാണെന്ന് വെച്ചാൽ RBCസിൽ ആ റെഡ് കളർ വരാൻ വേണ്ടി ഒരു പിഗ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടല്ലോ, അതാണ് ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കുന്നതാണ് നമ്മുടെ ഈ തലാസീമിയ. എങ്ങനെയാണെന്ന് നോക്കാം. ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആക്ച്വലി 2 മേജർ ഗ്ലോബിൻ ചെയിൻസാണ്. അതെന്ന് പറയുമ്പോഴത്തേക്ക് ആൽഫ ഗ്ലോബിൻ ചെയിനും ബീറ്റ ഗ്ലോബിൻ ചെയിനും. ഈ 2 ചെയിൻസാണ് ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ നിയന്ത്രിക്കുന്നത്. അപ്പം ഇതിൽ ബേസായിട്ട് തലാസീമിയ 2 എണ്ണായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ തലാസീമിയ എന്ന് പറയുന്നത് ആൽഫ തലാസീമിയ. ആൽഫ തലാസീമിയ. അപ്പോൾ ആൽഫ തലാസീമിയക്കകത്ത് ആസ് ദ നെയിം സജസ്റ്റ് ആൽഫ ഗ്ലോബിൻ ചെയിനിൻ്റെ പ്രൊഡക്ഷനാണ് എഫക്റ്റ് ചെയ്യുക. The production of or the synthesis of alpha globin chain is affected. എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്രോമോസോം 16 ആക്ച്വലി 2 ക്ലോസ്ലി ലിങ്ക്ഡ് ജീൻസ് ഉണ്ട്. 2 ക്ലോസ്ലി ലിങ്ക്ഡ് ജീൻസ് HBA1ഉം HBA2ഉം. HBA1ഉം HBA2ഉം 2 ക്ലോസ്ലി ലിങ്ക്ഡ് ജീൻസ് ആണ്. അവർ ക്രോമോസോം 16ലാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്. ഇതിനകത്ത് HBA1 HBA2 ജീനിനകത്ത് എന്തെങ്കിലും പ്രശ്നം വന്നെന്ന് വെച്ചോ എന്ന് പറയുമ്പോഴത്തേക്ക് മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഡിലീഷൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആൽഫ ഗ്ലോബിൻ ചെയിനിൻ്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യും. അപ്പം ഇതിൻ്റെ സിവിയറിറ്റി ആൽഫ തലാസീമിയയുടെ സിവിയറിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ജീൻസിലാണ്. ഇതിൽ 4 ജീൻസ് ഉണ്ട്. the more number of genes that are affected, the more severe alpha thalassemia is going to be. ഓക്കെ, അത്രേ ഉള്ളൂ ആൽഫ തലാസീമിയക്കകത്ത്. അടുത്തേക്ക് ബീറ്റ തലാസീമിയ. അപ്പോൾ ബീറ്റ തലാസീമിയയിലേക്ക് ആസ് ദ നെയിം സജസ്റ്റ് ബീറ്റ ഗ്ലോബിൻ ചെയിൻ അല്ലേ? ബീറ്റ ഗ്ലോബിൻ ചെയിനിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. സോ ദ സിന്തസിസ് ഓഫ് ബീറ്റ ഗ്ലോബിൻ ചെയിൻ എൻഡ്സ് അപ്പ് ഡിക്രീസിങ് അല്ലേ? അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് എന്താണ് ആക്ച്വലി സംഭവിക്കാറ്? ഇതിനകത്ത് ക്രോമോസോം 11 ആണ്. ക്രോമോസോം 11 ഒരു സിംഗിൾ ജീനുണ്ട്, HBB സിംഗിൾ ജീനകത്ത് എന്തെങ്കിലും മ്യൂട്ടേഷൻ ഓൾട്ടറേഷൻ വന്നു കഴിഞ്ഞാൽ എന്നാ പറ്റും? ബീറ്റ ഗ്ലോബിൻ ചെയിൻ പ്രൊഡക്ഷൻ കുറയും. അത് ഇൻ ടേൺ ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷനും കുറയ്ക്കും. സോ തലാസീമിയ ഉണ്ടാവും.
അനദർ തിങ് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഈ തലാസീമിയ എന്ന് പറയുന്ന ഡിസീസ് ഒരു ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലമാണ്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലം എന്നാന്ന് വെച്ചാൽ ഇത് നമ്പർ ഓഫ് ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ്ഡിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ അതിനകത്ത് നമ്മളൊരു ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലത്തിനെയാണ് നോക്കുന്നത്. വയൽ നമ്മുടെ അനീമിയ ഒക്കെ വെച്ച് നോക്കിയാൽ അനീമിയയ്ക്ക് അതൊരു ക്വാളിറ്റേറ്റീവ് പ്രോബ്ലമാണ്. അപ്പം ഈ ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീമോഗ്ലോബിൻ്റെ ക്വാളിറ്റീനെയാണ് നമ്മൾ നോക്കുന്നത്. തലാസീമിയ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലമാണ്. അതിൻ്റെ നമ്പർ ഡിക്രീസ് ചെയ്യുന്നതാണ് അവിടെ പ്രശ്നം വരുന്നത്.